ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് വിഷ്ണു ഇല്ല, ഞാൻ മാത്രമേ ഇൻട്രോ പറയുന്നുള്ളൂ. കാരണം വിഷ്ണു ഷിഫ്റ്റ് ആണ്. മേ ബി ഈ വീഡിയോന്റെ പകുതിയൊക്കെ ആകുമ്പം വരും എന്ന് വിചാരിക്കാം. അപ്പം ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു ഓണം പ്രിപ്പറേഷൻ ആണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വേർഷൻ. അപ്പം നാട്ടിലത്തേനേക്കാളും കുറച്ചും കൂടെയെങ്കിലും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും. എന്തെങ്കിലുമൊക്കെ അല്ല, നല്ല ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചത്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് ഗ്രോസറി വാങ്ങാൻ പോകുമെന്ന്. അതിനെ അലോക്കേറ്റ് ചെയ്തത് എന്നെയാണ്. കാരണം ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെയെന്ന് പറയാനില്ല, കാരണം ഞാൻ മാത്രമേ ഉള്ളൂ ഓഫായിട്ട്. എനിക്ക് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഷിഫ്റ്റ് ചെയ്യണം. അപ്പം അത് കഴിഞ്ഞ് ഇന്നെൻ്റെ നൈറ്റ് ഓഫാണ്. നാളെ എനിക്ക് ഓഫുണ്ട്, മറ്റന്നാൾ ഓഫുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമേ പറ്റുള്ളൂ സാധനം വാങ്ങാൻ പോകാൻ. അങ്ങനെ ഞാനിത് വാങ്ങാൻ പോകാൻ റെഡി ആയിട്ടാണ് ഉള്ളത്. ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഓണത്തിന് പരിപാടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്കിവിടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് വരാം. വെൽക്കം ടു ദ വീഡിയോ. ഇപ്പം നല്ല വെയിൽ, കണ്ണം തോന്നുന്നു, നല്ല വെയിലാണ്. ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടില്ലല്ലോ, കണ്ടാലും. ആ വിഷ്ണുവിൻ്റെ കൂടെ ഫിഷിങ്ങിന് പോയിട്ടില്ല. എൻ്റെ മുഖം മൊത്തം ടാൻ അടിച്ച് ഞാൻ ചെരുപ്പിടാണ്ടാണ് വന്നത്. സോറി ഗൈസ്, ചെരുപ്പിട്ടിട്ട് വരാം. ഇന്ന് ഭയങ്കര കാറ്റുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മോറിസൺ ഉണ്ട്. അതായത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് മലയാളികൾ നടത്തുന്നതാന്ന് തോന്നുന്നു ഒരുപാട് നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ കിട്ടും. ഒരുപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഞാനിവിടെ ശരിക്കും UK ആദ്യമായിട്ടാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് നമുക്ക് മലയാളികൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ സാധനങ്ങൾ കാണുന്നത്. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. പൊതുവേ ഇന്ത്യൻസ് അല്ലെങ്കിൽ ഏഷ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ടാവുമെങ്കിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉണ്ടാവലില്ല. ഈസ്റ്റ്ബോൺ ഒരു ചെറിയ സ്ഥലമാണെങ്കിലും നമുക്ക് ഭാഗ്യത്തിന് ഇതുപോലത്തെ കുറേ കടകളുള്ളതുകൊണ്ട് നമുക്ക് നാട്ടിലെ സാധനങ്ങളെല്ലാം കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. ഇനി ഈ മോറിസൻ്റെ പുറമെ നമുക്ക് 2 ഓഫ് ലൈസൻസ് കടകളും കൂടെ ഉണ്ട് കേട്ടോ ഈസ്റ്റ്ബോണിൽ. അത് കുറച്ച് ദൂരം ആയതുകൊണ്ട് നമ്മളെപ്പോൾ അവിടെ പോകലില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാണ്ടിരിക്കുമ്പോൾ മാത്രമേ പോകലുള്ളൂ. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും നമുക്ക് പെൻഡിങ് സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ തൽക്കാലം എന്നെ കൊണ്ടാവുന്നത് മാത്രം വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നേ. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നമുക്ക് ഓണത്തിൻ്റെ അന്ന് കഴിക്കാനുള്ള സദ്യേൻ്റെ സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഈ വാങ്ങിയത്. അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞു തിരിച്ചെത്തി. 2 തേങ്ങ വാങ്ങി, ഗ്രേറ്റഡ് കോക്കനട്ട്. നിങ്ങൾ എൻ്റെ ഫ്രിഡ്ജും അതും ഇതൊക്കെ കാണുമ്പോൾ എന്നൊരു മോശം കുട്ടിയായിട്ട് വിചാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷിഫ്റ്റ് ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പം എനിക്കിങ്ങനെ ക്ലീൻ ആക്കാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെൻ്റെ വീട് വലിയ കാര്യത്തിൽ മൈൻഡ് ചെയ്യണ്ട. കുമ്പളങ്ങ കിട്ടി, ചേന കിട്ടി കൂട്ടുകറി ഉണ്ടാക്കാൻ, കായ കിട്ടി, പിന്നെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ ഇഞ്ചി. ഇത് ഇൻസ്റ്റന്റ് പാലട, അത് അവരാ ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് പോകുമ്പോൾ കൊടുക്കണം. അതുപോലെ വെളിച്ചെണ്ണ ഞാനൊന്ന് ഫുള്ള് മേടിച്ചു, കാരണം എൻ്റെ വെളിച്ചെണ്ണ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ എടുക്കുവാനും. പിന്നെ എന്തായാലും കുറേ വറുത്തിടാൻ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഒരു ഇത് തന്നെ എന്തായാലും ആവശ്യമാണ്. അപ്പം ഞാനൊരു വെളിച്ചെണ്ണ വാങ്ങി. ഞാൻ എന്തായാലും നാളെ ഉണ്ടാക്കിയിട്ട് പിന്നെ മൊത്തം ഉണ്ടാക്കുന്ന അവിടെ നിന്നായിരിക്കും. അപ്പം എനിക്കത് എടുത്തിട്ട് പോയാൽ മതിയല്ലോ. അതുപോലെ പാലട മിക്സ് അവരാ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ ഞാൻ കൺഫ്യൂസ്ഡ് ആയ ഓലന്റെ സാധനം. ഓക്കെ, ബാക്കി നമ്മൾ പയ്യെ പറയാം ഏതൊക്കെ നമ്മൾ പരിപാടി പോകുന്നേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതിൽ ഞാൻ എടുത്തു വെച്ചിട്ട് ഞാൻ ഇന്ന് എന്തെങ്കിലും കഴിക്കട്ടെ ഫുഡ്. അപ്പൊ ശരി, ഇനി നമുക്ക് രാത്രി വിഷ്ണു വന്നിട്ട് കാണാം. ഓക്കെ, ബൈ ഗൈസ്. സമയം 9:30 രാത്രി. വിഷ്ണു വന്നിട്ടുണ്ട്. വിഷ്ണു വന്ന് ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തത് അവന് നാളെ ആനുവൽ ലീവ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നാളെ ആക്ച്വലി അവന് ഷിഫ്റ്റ് ഉണ്ട്. പക്ഷേങ്കിൽ അവന് സ്റ്റാഫ് കൂടുതലായതുകൊണ്ട് ആനുവൽ ലീവ് കിട്ടി. അപ്പം അതെങ്ങ് വാ. വിഷ്ണു വന്നിട്ട് നമ്മളിപ്പം പോവാൻ പോവാന്നല്ലോ, എവിടെ ബാക്കി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ലോണ്ടിസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ഓഫ് ലൈസൻസ്, അവിടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ദാ വിഷ്ണു വന്ന്. നമ്മൾ പുറത്ത് നല്ല കാറ്റാണ്, അതുകൊണ്ട് നമ്മൾ ജാക്കറ്റ് ഇട്ട് നമ്മൾ സൈക്കിളിലാണ് പോകുന്നത്. അപ്പം നല്ലോണം തണുക്കും. ഓക്കെ, അപ്പം നമ്മൾ പോകുന്ന വഴി ബാക്കി പറയാം. പറയുമ്പോൾ ഞാൻ എന്ത് ഫംഗ്ഷനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശരിക്കും 3 പരിപാടി ഉണ്ട്. ഒന്ന് ലാസ്റ്റാണ് 9-ാം തീയതി, അതായിരിക്കും ഏറ്റവും വലിയ പരിപാടി. അത് ലണ്ടനിൽ വെച്ചിട്ടാണ്.
അതിന് മുന്നേ ഓണത്തിനുള്ള പരിപാടി, ഓണത്തിൻ്റെ അന്നത്തെ ദിവസം, അതിനാണ് ഞാൻ ഈ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാനും വിഷ്ണുവും ഷാരും, പിന്നെ ഷാരു ഇപ്പം താമസിക്കുന്ന വീട്ടിലെ ഒരു കപ്പിളുണ്ട്, അവർ എന്ന് വെച്ചാൽ ഷാരു ഇപ്പോൾ താമസിക്കുന്നത് കൊണ്ട് പരിചയമല്ല, വിഷ്ണു ഓൾറെഡി പണ്ട് ഇവിടെ ഈസ്റ്റ് പോണി വന്നപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടതാണ്. അവർ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് അവർക്കൊരു ബേബി ഉണ്ട്, ലില്ലു. അപ്പം ലില്ലുവിൻ്റെ ഫസ്റ്റ് ഓണമാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇപ്രാവശ്യത്തെ ഓണം ലില്ലുവിൻ്റെ ഒപ്പം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. അപ്പം അതുകൊണ്ട് ആണ് നമ്മൾ ആ ഓണത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയത്. അതിന് മുന്നേ നാളെ രാത്രി അതായത് എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഉള്ള കുറച്ച് ആൾക്കാരായിട്ടുള്ള കുറച്ച് പരിപാടിയുണ്ട്. ഇവിടെ മെയിനായിട്ട് എനിക്ക് ഒരു കുമ്പളം കൂടെ വേണം, പക്ഷെങ്കിൽ കുമ്പളവും ഇല്ല, ഇവിടെ കുറച്ച് സാധനമേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ലില്ലുവിൻ്റെ വീട്ടിലെത്തിയിട്ടാണ് ഉള്ളത്. ഇപ്പം എല്ലാവർക്കും ലില്ലു എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഞാൻ സാധനങ്ങളൊക്കെ ഇവർക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ ബാക്കി ഫുഡൊക്കെ കുക്ക് ചെയ്യണം. ഇനി ഞാൻ ഇവരെ പരിചയപ്പെടുത്തി തരാട്ടോ. ഇതാണ് ലില്ലുവിൻ്റെ ഡാഡി മൻസൂർ ബ്രോ. ഇത് മാറി ഇത് ലില്ലുവിൻ്റെ മമ്മി ഹസ്ന. ഇത് ലില്ലുവിൻ്റെ ആന്റി ഷാരു. കുറച്ച് പ്രായം കുറവായി ലില്ലു ഉറങ്ങുകയാണ്. അവനിന്ന് വാക്സിനൊക്കെ എടുത്തിട്ട് ഉറങ്ങാണ്. നമ്മുടെ ഓണം വീഡിയോയില് ലില്ലുവിനെ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. അതെ ഇതാണ് ലില്ലു. കണ്ടോ ലില്ലുവിന്റെ ഫോട്ടോ ഉണ്ടോ ഇവിടെ? ഇത് വിഷ്ണു എടുത്ത ഫോട്ടോ ആട്ടോ ലില്ലുവിന്റെ. ഇത് നമ്മള് ഇവര് എന്താണ് ബേബി ഫോട്ടോ ഒക്കെ എടുക്കാൻ ആളെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായി. പക്ഷെ നമ്മള് സീൻ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തല്ലേ. ഇതും വിച്ചെടുത്ത ഫോട്ടോയാ. അവര് ഇതും നല്ല വലിയ ഫ്രെയിമാ, ഇത്രയുള്ള ഫ്രെയിമാ. ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഇങ്ങനെയൊന്നും അല്ല ലില്ലുപ്പ് ഇരിക്കുന്നത്, എന്റെ മുഖമൊക്കെ മാറി. അപ്പൊ ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഇവിടെ നമ്മളെ വീട്ടിലേക്ക് പോകുന്നു. ബായ്. നമുക്ക് ഓണം വീഡിയോനെ എല്ലാവർക്കും കാണാം. ഹലോ ഗായ്സ്, ഹാപ്പി ഉത്രാടം. ഇന്ന് ഉത്രാടമാ, പക്ഷെ ഞാൻ 2 ദിവസത്തെയും കമ്പൈൻ ചെയ്തെടുക്കുന്നേ. അപ്പോൾ ഇന്ന് ഞങ്ങള് രാവിലെ തന്നെ ഒരു ഉച്ച 3:30 എണീറ്റു. ഞങ്ങക്ക് കുറച്ച് സാധനം വാങ്ങാൻ ബാക്കി ഉണ്ടായി. 12 മണി. ഓക്കെ, ഇപ്പൊ 3:30 അതിന്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായി. ഷാരുവിന് കുറച്ച് സാധനം വാങ്ങാനുണ്ടായി. അപ്പൊ അതൊക്കെ പോയി വാങ്ങിച്ച് പെൻഡിങ് ബാക്കിയും കുറച്ചും കൂടി പച്ചക്കറികൾ സാധനങ്ങൾ വാങ്ങാനുള്ളതും കൂടെ വാങ്ങിച്ചിട്ട് വന്നിട്ടാ ഉള്ളത്. ഇനി ഫുള്ള് കുക്കിംഗ് ആണ്. ഞങ്ങൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചു. അതെന്താ അങ്ങനെ വരുന്നത്? ഞാൻ ഇല്ലേ, അതൊക്കെ ആവും. എന്തൊക്കെ ആക്കാനുണ്ടെന്ന് ഞാൻ അതിങ്ങനെ കുറെ നേരമായിട്ട് മറ്റേ ശ്രീകൃഷ്ണ ഒരുത്തെ നക്ഷത്രത്തിലൊക്കെ ഫോൺ പിടിച്ചേക്കുന്ന പോലെ ഇങ്ങനെ പിടിച്ചേക്കുന്നത്. എനിക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ അവിയൽ, ഓലൻ, രസം, പൈനാപ്പിൾ പച്ചടി, കൂട്ടുകറി, ഇഞ്ചിപ്പുളി, പിന്നെ പപ്പട, ശർക്കരയുടെ ചിപ്സ്, പരിപ്പ് പായസം, പിന്നെ ഇതിന്റെ പുറമെ ഒരു സാധനം കൂടെ ഉണ്ട്, കാളൻ. ഇത്രയും സാധനം അവിയൽ, ഓലൻ, രസം, പൈനാപ്പിൾ പച്ചടി, കൂട്ടുകറി, ഇഞ്ചിപ്പുളി, പരിപ്പ് പായസം, കാളൻ. 9 സാധനം. പക്ഷെ എല്ലാം ഇച്ചിരി പോലെ ഉണ്ടാക്കണ്ടോ വിഷ്ണു? പിന്നെ പരിപ്പ് പായസം ഉണ്ടാക്കുമ്പോ ഇതിന്റെ കൂടെ പരിപ്പ് കറിക്കുള്ള കുറച്ചും കൂടെ മാറ്റി 10 സാധനങ്ങളായി ടോട്ടൽ. 3:30 തൊട്ട് 8 മണി വരെ. 8 മണി വരെ ഇല്ല, 8 മണിക്ക് റെഡി ആവണം. ഓക്കെ, നമുക്ക് കാരണം രാത്രി ഒരു പരിപാടി ഉണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ, അവിടെ പോണം. ഞാൻ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നില്ല, അതൊന്നും വേണ്ടല്ലോ. 4 മണിക്കൂർ സമയമുള്ളൂ. യെസ്, പക്ഷെ നമ്മളിത് ഫിനിഷ് ചെയ്യും. ഞാൻ നിന്നെ പോലെ സ്ലോ അല്ല, ഞാൻ ഫാസ്റ്റാ. അപ്പൊ ഞാൻ ഫിനിഷ് ചെയ്യും. ഓക്കെ ഗായ്സ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്നലെ രാത്രി തന്നെ എന്ന് വെച്ചാൽ രാത്രി തന്നെ പൊതിർക്കണമല്ലോ, ഓലലിനുള്ള ഈ സാധനവും പിന്നെ കടലയും ഞാൻ പൊതിർത്തി വെച്ചിട്ടുണ്ടായി. സോ നമുക്ക് രാവിലെ എണീറ്റ് ഞാൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ കടല വേവിച്ചും വെച്ചിട്ടുണ്ടായി. അപ്പം അതിനി ഇപ്പം ഡ്രെയിൻ ചെയ്തിട്ട് ഒരു പാത്രത്തിൽ മാറ്റണം. ഓക്കെ, നമ്മളിപ്പം ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചടിയാണ്. അതാകുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാലും ചീത്തയായി പോവില്ലല്ലോ. അപ്പം ഞാൻ പച്ചടി, എനിക്ക് ഓരോ സാധനം ഉണ്ടാക്കുമ്പോൾ അമ്മേനെ വിളിച്ച് ചോദിക്കണം. അപ്പം ഞാൻ പയ്യെ ഇങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഞാൻ ചെറുപുള്ളിയുടെ തൊലി കളയും. വലിയ കാര്യം. ഓക്കെ, കടല റെഡി, ഓലനുള്ള ചെറുപയർ. ഇനി ഞാൻ പച്ചടി ഉണ്ടാക്കാൻ പോകുന്നു.
മധുരപ്പച്ചടി, മധുരക്കറി അങ്ങനെ എന്തോ ആണ് പറയാം. നമ്മൾ പൈനാപ്പിൾ കറി എന്നൊക്കെ പറയും. പൊതുവേ കണ്ണൂരിലൊന്നും ഈ കറികളൊന്നും ഉണ്ടാക്കി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ നമുക്കിന്ന് പൈനാപ്പിൾ കറി ഉണ്ടാക്കാം. ഞാൻ പൈനാപ്പിൾ വാങ്ങി വെട്ടലും ഇതാക്കലൊക്കെ പണിയല്ലേ. അപ്പം ഞാൻ ടിൻഡ് പൈനാപ്പിൾ വാങ്ങിച്ചു. ഞാനിത് ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നാ. നല്ലതാ, മധുരമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇച്ചിരി ഇച്ചിരിയല്ലേ കഴിക്കുള്ളൂ, അപ്പോൾ കുറച്ച് മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതായിട്ട് ഞാൻ അടുത്ത ഇനി ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. അവയിൽ നമ്മൾ അവസാനത്തെ തൈരും കൂടി ഇടുവാണ്. സെറ്റ്. അവിയൽ റെഡിയായി. അങ്ങനെ ആദ്യത്തെ സാധനം അവിയൽ. ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമോ? ഇല്ലാന്ന് തോന്നല്ലേ. ഇനി നമ്മുടെ പൈനാപ്പിൾ പച്ചടിയിലേക്ക് അരപ്പിടേണ്ട പണി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പൈനാപ്പിൾ പച്ചടിയും കഴിഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് അതിൽ നമ്മൾ വറുത്തിടണം. സമയം ഇപ്പോൾ 4:45. നമുക്ക് എന്തൊക്കെ റെഡിയായി? ഒന്നും റെഡി ആയിട്ടില്ല. ആകെ അവിയലും പൈനാപ്പിൾ പച്ചടി റെഡിയായി, അതിന് വറുത്തിടാനുണ്ട്. ഇത് കൂട്ടുകാർക്കുള്ളതായിക്കൊണ്ടിരിക്കുന്നത്. സാധാ പച്ചടിക്കുള്ളതും ഓൾമോസ്റ്റ് ആയി. ഇനി അത് ബാക്കി ലാസ്റ്റ് പരിപാടിയില്ല, അത് ചെയ്യണം. ഇനി നമ്മൾ ഇഞ്ചിമ്പുളിക്കുള്ളത് ഇഞ്ചി വിഷ്ണു സെറ്റാക്കിയിട്ടുണ്ട്. വേറെ ഓലനുള്ള ഈ പയറ് റെഡിയായി. ഇനി ഓലനാക്കാം നമുക്ക്. ഓലൻ ഞാൻ വിചാരിക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് ഇന്നേ ഉണ്ടാക്കി വെക്കണോന്ന് എനിക്കൊരു കൺഫ്യൂഷൻ. ഉണ്ടാക്കി വെക്കാം അല്ലേ, നാളെ എന്തൊക്കെയാന്ന് വെച്ചിട്ട് ആക്കുക. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ കുറച്ച് പഴംപൊരി തിന്നുകൊണ്ടിരിക്കുക. സമയം 6 മണി. നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി വിഷ്ണു? കൂട്ടുകറി ഉണ്ടാക്കി, പച്ചടി ഉണ്ടാക്കി, പിന്നെ 2 പച്ചടി ഉണ്ടാക്കി, അവിയൽ ഉണ്ടാക്കി, കാളൻ ഓൾമോസ്റ്റ് ആയി. ഓൾമോസ്റ്റ് ആയില്ല, ഓലനായ. ഓലൻ, സോറി. പിന്നെ പുളിയിഞ്ചി ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കണു. പിന്നെ കൂട്ടുകറി പറഞ്ഞു. പൈനാപ്പിൾ പച്ചടി ആയി, അവിയലായി. ഓൾമോസ്റ്റ് 5-6 വിഭവം. ഇനിയിപ്പോ നമുക്ക് ആക്കാനുള്ളത് രസം. പിന്നെ കാളൻ അടുപ്പ് ആയിക്കോ. വിഷ്ണു ആ കാളനുള്ള സാധനം ഒന്നും ഇടുവോ? ഒന്നുമില്ല, പച്ചക്കായും ചേനയും ഇട്ടാൽ മതി. ചൂടാക്കാൻ വെച്ചു. അത് മതി, അത് വെച്ചോ, ചൂടാവണമെന്നില്ല, വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ ഇട്ടിട്ട് പച്ചക്കായ അല്ലേ? പച്ചക്കായ മൊത്തം ഇട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതവിടെ മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിക്കാൻ വെച്ച, മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട്. അപ്പം ഇത്രേ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി. എന്നാലും നമ്മൾ മോശമില്ല. 6 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും ഉണ്ടാക്കിയില്ലേ. ഇനി ഞാൻ വിചാരിക്കുന്ന അത് ഫോൺ ചെരിഞ്ഞു പോയതാണ്. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഓലനും പരിപ്പ് പായസത്തിനുമാണ് തേങ്ങാപ്പാൽ വേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ ചിലപ്പോൾ ഇപ്പോഴേ ആക്കിയാൽ ചിലപ്പോൾ ചീത്തയാവുമോ എന്ന് എനിക്കൊരു പേടി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിൻ്റെ ഇടയിൽ എനിക്ക് തേങ്ങാപ്പാൽ പിഴിയാൻ കഴിയില്ല. കാരണം ഓൾറെഡി നമുക്ക് ഒരു മിക്സി അല്ലേ ഉള്ളൂ. അപ്പോൾ ആ മിക്സിനകത്ത് ജീരകവും പച്ചമുളകിൻ്റെ ഒക്കെ ചുവയുണ്ടാവും. നല്ലപോലെ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് തേങ്ങയിട്ട് തേങ്ങാപ്പാലാക്കിയിട്ട് ലാസ്റ്റ് പരിപ്പ് പായസവും ഓലനുള്ളത് തേങ്ങാപ്പാലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ പരിപ്പ് പായസത്തിനുള്ള പരിപ്പും പരിപ്പ് കറിക്കുള്ള കറിയും ഞാൻ എന്തൊക്കെ പറഞ്ഞത്, പരിപ്പ് കറിക്കുള്ള പരിപ്പും പരിപ്പ് പായസത്തിനുള്ള പരിപ്പും ഒരുമിച്ച് വേവിച്ചിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടെ തേങ്ങാപ്പാലും ബാക്കി പരിപാടികളൊക്കെ ഒരുമിച്ച് ചെയ്യാം. നമുക്ക് രസം പിന്നെ നമുക്ക് യൂട്യൂബ് ഒന്നും നോക്കണ്ട. ഇതൊക്കെ യൂട്യൂബ് നോക്കിയിട്ട് അമ്മേനോട് ചോദിച്ചിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. ഓക്കെ, ലെറ്റ്സ് സീ ഗായ്സ്. ഇനി നമുക്ക് എപ്പോൾ തീരും നോക്കാം. തീർത്തു. സമയം നോക്ക് 7:45 7:45 ശരിക്കും. ഇത് 10 മിനിറ്റ് ഫാസ്റ്റാ. നേരത്തെ തീർത്തു നമ്മള് 10 സാധനങ്ങള്. ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നുണ്ടല്ലേ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ പച്ചടി, സാധാ പച്ചടി അടുത്ത് കാണിച്ചു തരാം. പറയട്ടെ, നല്ല അടുത്തുനിന്ന് കാണിച്ചേ. ആദ്യം തന്നെ സാധാ പച്ചടി, നോർമൽ പച്ചടി. കണ്ണൂരിലെ എൻ്റെ വീട്ടിലൊക്കെ ഇതിന് ബന്നി എന്നാ പറയാ. നിന്റെ വീട്ടില് ബന്നി എന്ന് പറയോ? പന്നിയല്ല, ബന്നി. എനിക്കറിയില്ല, എൻ്റെ വീട്ടിൽ മാത്രം പറയുന്നതല്ല, ബന്നി എന്ന് പറയും. പച്ചടി എന്ന് പറയും. എനിക്കറിയില്ല കർണാടക പേര. ബന്നി എന്ന് പറയും. ഇത് ഇത് കാളൻ. ഓക്കെ, ഇത് കാളൻ, അവിയല്,
കൂട്ടുകറി. ഇത് പരിപ്പ് കറിയാണ്. നാളെ പരിപ്പ് കറിയും നെയ്യും കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് പൈനാപ്പിൾ പച്ചടി അല്ലെങ്കിൽ മധുരക്കറി എന്ന് പറയുന്ന സാധനം. ഈ വിഷ്ണു പോയിട്ട് പച്ച മുന്തിരി മേടിച്ചിട്ട് വന്നിന്, കറുപ്പ് മുന്തിരിക്ക് പകരം. അതുകൊണ്ട് ഞാൻ പച്ച മുന്തിരി തന്നെ അതിനകത്ത് ഇട്ടത്. ഇത് ഇഞ്ചിമ്പുളി ഫ്ലോപ്പായോ എന്ന് എനിക്കൊരു സംശയം. പക്ഷെ എനിക്കൊന്ന് നാളെ ആയിരിക്കും എൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഇഞ്ചിമ്പുളി അങ്ങനെയല്ല എപ്പോഴും. പിന്നെ ഇത് നമ്മുടെ പ്രഥമൻ. അതെനിക്ക് തോന്നുന്നത് നല്ലപോലെ ആയിട്ടുണ്ട്. ഞാൻ നല്ലപോലെ നെയ്യൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അത് പ്രഥമൻ. പിന്നെ കമോൺ ഇവിടെ വാ. ഇത് എല്ലാവരുടെയും ഫേവറേറ്റ് ഓലൻ. വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് സാധനമാണ് ഓലൻ. എൻ്റെത് അവിയലും. ഓക്കെ, അത് റെഡിയായി. അതൊക്കെ ഞാൻ തേങ്ങാപ്പാലൊക്കെ ഇതിന് പിഴിഞ്ഞപ്പോൾ തന്നെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ്, വിഷ്ണുവാണ് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് തന്നെ. ഫൈനലി സദ്യ കഴിഞ്ഞ ഒരു രസം, അത് നിർബന്ധ. അങ്ങനെ സദ്യയും രസവും റെഡി. അപ്പൊ ഈ വർഷത്തെ ഓണത്തിന് നമ്മളെല്ലാവരും റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ ഗായ്സ്? അയ്യോ എന്തായാലും. അപ്പം ഇത്രയും സാധനം റെഡി. ഇനി ചോറ്, സാമ്പാറ്, അടപ്രഥമനല്ല, അടപ്പായസം, കാബേജ് തോരൻ, ബീട്രൂട്ട് പച്ചടി, പിന്നെന്താ ബാക്കി എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ? ആ വക സാധനങ്ങളൊക്കെ അവരുണ്ടാക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവരാരും ഇന്ന് ഫ്രീ ഇല്ല. അപ്പൊ അവര് നാളെയാണ് എല്ലാരും ഉണ്ടാവുക. പിന്നെ ഹസ്നന് ഇന്നലെ കണ്ടില്ല, അവൾ ഡെലിവറി കഴിഞ്ഞിട്ട് അവൾക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. അപ്പൊ അവളെ നമ്മൾ അധികം ഇത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കേണ്ട സാധനം മാത്രം അവിടെ നിന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനും പോയിട്ട് ഹെൽപ്പ് ചെയ്യും രാവിലെ തന്നെ. അങ്ങനെയാണെന്നാ വിചാരിക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇനി നിങ്ങൾക്കല്ല, നമുക്ക് നാളെ കാണാം. ഓണത്തിന് നമ്മൾ ഇങ്ങനെ ഉടുത്തൊരുങ്ങിയിട്ടൊക്കെ നാളെ റെഡി ആയിട്ട് ഈ കോലത്തിലും നല്ല അടിപൊളി കോലത്തിൽ നാളെ കാണാം. അപ്പൊ ഹാപ്പി ഓണം ഗൈസ്. ബൈ.